സംസ്ഥാന ബജറ്റ് നാളെ അവതരിപ്പിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് വയനാട് ജില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പ്രത്യേക പരിഗണന ഉണ്ടാകുമെന്ന് സർക്കാർ പറയുമ്പോൾ തന്നെ വയനാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യങ്ങൾ ഇത്തവണയും ഉയർന്നു വരുന്നുണ്ട്. വന്യമൃഗശല്യത്തിനുള്ള ശാശ്വത പരിഹാരവും ബദൽ പാതയും മെഡിക്കൽ കോളേജും അതിൽ പ്രധാനപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാർ പൂർണ്ണമായി അവഗണിച്ച വയനാടിന് സംസ്ഥാന ബജറ്റിൽ എന്തുണ്ടാകുമെന്നുള്ളതാണ് വയനാട് ജനത ഉറ്റുനോക്കുന്നത്. വയനാട് മെഡിക്കൽ കോളേജ്, ആനക്കാംപൊയിൽ മേപ്പാടി കള്ളാടി തുരങ്കപാത, പൂഴിത്തടം റോഡ്, ചുരം ബൈപ്പാസ് തുടങ്ങി ബദൽ റോഡുകളും ഇത്തവണയും ചർച്ചാ വിഷയമാണ്. കൃഷി, ടൂറിസം രംഗത്തെ വികസനത്തോടൊപ്പം വന്യമൃഗശല്യങ്ങൾക്കും ശാശ്വതമായ പരിഹാരമാണ് വയനാട് ജനത ഇത്തവണ ആവശ്യപ്പെടുന്നത്. ഈ വർഷം ഡിസംബർ 31-നുള്ളിൽ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ മുഴുവൻ പുനരധിവസിപ്പിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. കേന്ദ്ര ബജറ്റിൽ വയനാടിനെക്കുറിച്ച് പരാമർശം പോലുമില്ലാത്തതിനാൽ സംസ്ഥാനത്തിന്റെ പ്ലാൻ ബി എന്താണെന്നുള്ളതാണ് ആകാംക്ഷ. ടൗൺഷിപ്പുമായി മുന്നോട്ടു പോകുമ്പോഴും ദുരിതബാധിതരുടെ പട്ടിക ഇതുവരെ പുറത്തുവിടാൻ സർക്കാരിനായിട്ടില്ല. പുനരധിവാസമെന്നാൽ വീട് നിർമ്മിക്കൽ മാത്രമല്ല എന്നുള്ളതാണ് ഉയരുന്ന വിമർശനം. നഷ്ടപ്പെട്ട കൃഷിഭൂമിയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, കടകളും വാഹനങ്ങളും ഒക്കെ. അതിനകത്ത് സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടില്ല. പിന്നെ അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോയ ചില ബിൽഡിങ്ങുകളൊക്കെ, ചെറിയ കടകളൊക്കെ നിർമ്മിച്ച ആളുകളുണ്ട്. അതിൻ്റെയൊക്കെ ഓണർമാരെന്ന് പറയുന്ന ആളുകൾക്ക് ഒരു നഷ്ടപരിഹാരം ഇതുവരെ കൊടുത്തിട്ടില്ല. കാരണം അവർ ബിൽഡിംഗ് നഷ്ടപ്പെട്ടു പോയതാണ്. അങ്ങനെയുള്ള ആളുകൾ, സ്വയം തൊഴിൽ നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ, ഇവരൊന്നും ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ടില്ല. നിലവിൽ നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് വീട്, 10 സെൻറ്റ് അല്ലെങ്കിൽ 5 സെൻറ്റ് സ്ഥലം എന്നുള്ളത് അത് വേണം. പക്ഷെ അതിനോടൊപ്പം ഇവരുടെ നഷ്ടത്തെ കൂടി അഡ്രസ്സ് ചെയ്യാൻ ബജറ്റിൽ ഒരു പ്രൊവിഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. അതിനോടൊപ്പം വയനാട്ടിലെ വന്യമൃഗ ശല്യം എന്ന് പറയും. പേരിന് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു മെഡിക്കൽ കോളേജ് വയനാട്ടുകാർക്ക് ഇന്നും അന്യമാണ്. മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രിക്ക് മുന്നിലെ ജില്ലാ ആശുപത്രി എന്ന ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്നാക്കിയതല്ലാതെ യാതൊരു പുരോഗതിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അമരക്കുനിയിലെയും പഞ്ചാരക്കൊല്ലിയിലെയും കടുവ സൃഷ്ടിച്ച ഭീതിയും ചെറുതല്ല. മനുഷ്യന്റെ ജീവനും ജീവനോപാധിയും ഒരുപോലെ നഷ്ടപ്പെടുകയാണ്. ഏക്കർ കണക്കിന് കൃഷികളാണ് ആനയും മറ്റും നശിപ്പിക്കുന്നത്. ഫെൻസിംഗ് കൂടുതൽ സ്ഥാപിക്കുന്നതിനോടൊപ്പം വനം വകുപ്പിനെയും ആധുനികവൽക്കരിക്കേണ്ടതുണ്ട്. വന്യമൃഗശല്യത്തിന് സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു പ്രയോറിറ്റിയിൽ മാറ്റം ഉണ്ടാവും. കാരണം ഇതിനൊന്ന് കൺസിഡർ ചെയ്യണം. ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വന്യമൃഗശല്യം തരാം. പക്ഷേ വനം വകുപ്പിനെ കൂടുതൽ എക്യുപ്ഡ് ആക്കുക എന്നുള്ളതാണ്. വയനാട് ജില്ലയിൽ ഒരു തെർമൽ ഡ്രോൺ മാത്രമുള്ള ഒരു സംവിധാനമാണ്. രാത്രിയിലൊരു സെർച്ചിങ്ങിന് പോകണമെങ്കിൽ കടം വാങ്ങേണ്ട സാഹചര്യമുള്ളൊരു ജില്ലയാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് ആനക്കാംപൊയിൽ മേപ്പാടി കള്ളാടി തുരങ്കപാത. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകാൻ കൊണ്ടുവന്ന പദ്ധതിക്ക് പക്ഷേ വേണ്ടത്ര വേഗത കൈവരുന്നില്ല. പടിഞ്ഞാറത്തറ പൂഴിത്തടം റോഡിന്റെയും സ്ഥിതി വ്യത്യസ്തമല്ല. 30 വർഷം മുമ്പ് തുടങ്ങിയ റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. കേന്ദ്ര അനുമതി കൂടി കിട്ടാതായതോടെ പദ്ധതി ഉപേക്ഷിച്ച മട്ടാണ്. ചിപ്പിലത്തോട് മരുതിലാവ് ചുരം ബൈപ്പാസും കടലാസിൽ മാത്രമായി ഒതുങ്ങുകയാണ്. വയനാട് വർഷങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇനിയും ഏറെയുണ്ട്. വയനാടിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ ടൂറിസം, കൃഷി എന്നിവയ്ക്കും ബഡ്ജറ്റിൽ വിഹിതം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, വയനാട്.